എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മട്ടന്നൂരിലെ ആശ്രയ ഹോസ്പിറ്റലിലാണ്. 4 പതിറ്റാണ്ടായി പ്രസവ മേഖലയിൽ നിറസാന്നിധ്യമാണ് മട്ടന്നൂരിലെ ആശ്രയ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. എന്നാൽ കുറച്ച് വർഷങ്ങളായി ഗൈനക് വിഭാഗം മാത്രമല്ല, എല്ലാ വിഭാഗത്തിലും മികച്ച ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്ന ഒരു സ്ഥലമായി മട്ടന്നൂരിലെ ആശ്രയ ഹോസ്പിറ്റൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഗൈനക് വിഭാഗത്തിലുള്ള എന്തൊക്കെ സൗകര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത് എന്നൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ ആശുപത്രിയുടെ മാനേജറായിട്ടുള്ള KV പ്രസാദ് നമ്മളോടൊപ്പം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഡോക്ടർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഗൈനക് വിഭാഗത്തിൽ നമ്മൾ ഏകദേശം 40 വർഷം പാരമ്പര്യമുണ്ട്. സുചിത്ര ഡോക്ടർ എല്ലാവർക്കും അറിയുന്നതാണ്. അതുപോലെ തന്നെ സ്കാനിങ് ഡോക്ടർ സുധീർ. പക്ഷേ എന്നാൽ നമ്മൾ 2 വർഷമായി ഇപ്പോൾ കുറച്ച് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഏകദേശം ജനറൽ മെഡിസിന്, ജനറൽ സർജറി വിഭാഗം, ജനറൽ മെഡിസിന്, കാർഡിയക്ക്, അങ്ങനെ ഓർത്തോ, ഓരോ വിഭാഗമായിട്ട് അപ്പോൾ നമുക്ക് ഇന്ന് ഗൈനക്കും ജനറൽ സർജറി വിഭാഗവും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാം. യെസ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമുക്ക് ഗൈനക് വിഭാഗത്തിൽ ഡോക്ടർ സുധീർ നേതൃത്വത്തിലുള്ള ഡോക്ടർ അർച്ചന ബിജോയ്, പിന്നെ കൗശിക്, അതേപോലെ തന്നെ സുറുമി ഷഫീർ ഡോക്ടറെ നമുക്കൊന്ന് കാണാൻ പരിചയപ്പെടാം. ഡോക്ടറെ നമസ്കാരം. യെസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ സുറുമി ഷഫീർ ഡോക്ടറാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത്. അപ്പോൾ 6 മാസമായി മട്ടന്നൂരിലെ ആശ്രയ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തിട്ട്. നേരത്തെ പറഞ്ഞ പോലെ സുധീർ നേതൃത്വത്തിലുള്ള ഇവർ 4-അംഗ ടീമാണ് സ്ത്രീ സംബന്ധമായ രോഗങ്ങൾക്ക് ഇവിടെ ആശ്രയയിൽ പരിശോധനയും അതിൻ്റെ തുടർ ചികിത്സയൊക്കെ നടത്തുന്നത്. ഡോക്ടറെ, എങ്ങനെയുണ്ട് മട്ടന്നൂരിലെ രോഗികൾ? മട്ടന്നൂർ രോഗികളെല്ലാം വളരെ നല്ല സ്നേഹമുള്ള ആളുകളാണ് മട്ടന്നൂരുള്ളത്. ഞാനിവിടെ ഏകദേശം 6 മാസത്തോളമായി ഇവിടെ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട്. ഇൻഫെർട്ടിലിറ്റി, ലാപ്രോസ്കോപ്പി, അപ്പം അങ്ങനെ കുഴപ്പമില്ല. ഞങ്ങൾ 4 പേരടങ്ങുന്ന ഒരു ടീമാണ് ഇവിടെ ഉള്ളത്. 24 അവർ ഫുൾ ടൈം അവൈലബിൾ ആണ്. ഏത് സമയത്തും വന്നു കഴിഞ്ഞാലും പ്രസവ റിലേറ്റഡ് കാര്യങ്ങളും എല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പോകുന്നു അല്ലേ? അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഈ സ്ത്രീ രോഗസംബന്ധമായി ഇപ്പോൾ പുതിയ കാലത്ത് വ്യായാമക്കുറവ് അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിടുന്നുണ്ട്. അവരോട് എന്താണ് ഡോക്ടർ പൊതുവിൽ ഇവിടെ നമ്മൾ പറയുമ്പോൾ ഒരു എല്ലാം കൂടി അടങ്ങുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അതായത് ബിഫോർ ഡെലിവറി ഉള്ള എക്സസൈസ്, വ്യായാമം മുതൽ നമ്മൾ ആഫ്റ്റർ ഡെലിവറി എന്ത് ചെയ്യണം, ഓരോ ഫുഡ്, ഒരു ഡയറ്റീഷ്യൻ, ഒരു ഫിസിയോതെറാപ്പിസ്റ്റ്, പിന്നെ സ്പെഷ്യൽ ബ്രസ്റ്റ് ഫീഡിങ് ക്ലാസ് എല്ലാം അടക്കമുള്ള ഒരു ചികിത്സയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. മാക്സിമം നോർമൽ ഡെലിവറി ആവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള വ്യായാമങ്ങളും എല്ലാം നമ്മൾ ആൻറ്റിനേറ്റലി നമ്മൾ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഇപ്പോൾ ഇന്നിപ്പോൾ വന്നപ്പോൾ ഇന്നൊരു സർജറി കഴിഞ്ഞതായിട്ട് ഇങ്ങനെ പറഞ്ഞു. അത് ഒരു അനുഭവ സാധാരണയിൽ നമ്മൾ പുറത്തൊക്കെ പോയി കണ്ണൂരൊക്കെ ദൂരെയൊക്കെ പോയി ചെയ്യേണ്ട ഒരു സംഭവമാണല്ലോ. അപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സൗകര്യം ഉള്ളത് എന്തായിരുന്നു അത് സംഭവം എന്നുള്ളത്? ഇന്ന് നമുക്കൊരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അത് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയും. അതായത് സാധാരണ ഗർഭപാത്രത്തിലാണ് നമ്മൾ ഗർഭം ഉള്ളിലാണ് വരുന്നത്. ഇത് അണ്ഡാശയത്തിലായിരുന്നു. എക്ടോപിക് എന്ന് പറയുമ്പോൾ പല സ്ഥലത്തും വരും. ഗർഭപാത്രത്തിലല്ലാതെ സാധാരണഗതിയിൽ നമ്മൾ കാണാറ് ട്യൂബൽ പ്രഗ്നൻസിയാണ്. ഇത് ട്യൂബിലാണ് വരുന്നത്. ഇത് അണ്ഡാശയത്തിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് വളരെ വിരളായിട്ട് വരുന്നതാണ്. 40,000 പേരിൽ ഒരാൾക്ക്, അല്ലെങ്കിൽ 60,000 പേരിൽ ഒരാൾക്ക് വരുന്നൊരു രോഗമാണ്. അത് വന്നാൽ പെട്ടെന്ന് തന്നെ അത് പൊട്ടുകയും ഉള്ളിൽ ഇൻറ്റേർണൽ ബ്ലീഡ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ആ രോഗി അങ്ങനെയാണ് വന്നത്. ഇൻറ്റേർണൽ ബ്ലീഡായി വയറിൽ നിറച്ച് ബ്ലഡും ക്ലോട്ടും ആയിട്ടായിരുന്നു വന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് തന്നെ നമ്മൾ പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്തു. പെട്ടെന്ന് സ്കാൻ സംവിധാനമുണ്ട്, അത് ഡിറ്റക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ OT-യിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് നമ്മുടെ ടീം വന്നു. നമുക്കത് ലാപ്രോസ്കോപ്പിക്കലി അത് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടായി. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കൊളാപ്സ് ആയി. നമുക്ക് റെഫർ ചെയ്യാനുള്ള ആ ഒരു ടൈം ഒന്നുമില്ല. അത് ഇവിടെ തന്നെ നമുക്ക് എല്ലാവരും അവൈലബിൾ ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്കത് ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയൊരു നേട്ടമായിട്ട് തോന്നുന്നുണ്ട്. പേഷ്യൻ്റ് സ്റ്റേബിളാണ്, കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് സമയത്ത് നമുക്കെല്ലാം നേരിടാൻ പറ്റി. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതാണ് സംഭവം. സ്ത്രീ സംബന്ധമായ രോഗങ്ങൾക്ക് മട്ടന്നൂർ ആശ്രയയിൽ 4 പേരടങ്ങുന്ന, ഡോക്ടർ ഉൾപ്പെടെയുള്ള 4 പേരടങ്ങുന്ന ഒരു ടീം തന്നെ ഉണ്ട്. അവരോരോരുത്തരും ചർച്ച ചെയ്ത് നമ്മൾ കാണാറില്ല. സാധാരണ നമ്മൾ കണ്ണൂർ വലിയ ആശുപത്രികളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ചർച്ച ചെയ്തിട്ടാണ് ഒരു സംഭവങ്ങൾ പോയി. അതേപോലെ നമ്മുടെ മട്ടന്നൂരിലെ ആശ്രയയിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ സൗകര്യങ്ങൾ സംബന്ധിച്ച് നിങ്ങളുമായി
സംസാരിക്കുകയും നിങ്ങളുമായി പങ്കുവെക്കുകയാണ് നമ്മൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഓരോ വിഭാഗത്തെക്കുറിച്ചും നിങ്ങളുമായി സംസാരിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ പടിയെന്നോണമാണ് നമ്മുടെ സുറുമി ഷഫീർ ഡോക്ടർ ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നത്. ഒരുപാട് സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. ഒപ്പം നിങ്ങൾ കാണുന്ന നിങ്ങളും കൂടുതൽ ആളുകളിലേക്ക് ഈ സൗകര്യങ്ങളുള്ളതായി ഷെയർ ചെയ്ത് എത്തിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് താൽക്കാലികമായി വിട പറയുകയാണ്. വീണ്ടും മറ്റൊരിടത്ത് കണ്ടുമുട്ടാം.